ചെരുപ്പിലാണ് ഡാൻസ് കളിച്ചിട്ട് എന്റെ കാലിൽ മുള്ളു കൊണ്ടല്ലോ. ഈ കൊടുങ്കാട്ടിൽ ഒറ്റക്കൊറ്റക്കാലിൽ നിൽക്കുന്ന ഏതാണ് ഈ സുന്ദരി? ഒന്ന് അടുത്തേക്ക് വിളിച്ചു നോക്കാം. ഏയ് സുന്ദരി, നീ അടുത്തേക്ക് വരൂ. അതോ എന്റെ കാലിലെ ചെറിയൊരു ഗർഭമന കൊണ്ടതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി എന്താക്കാനാ? ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും. ആട്ടെ, അവിടുത്തെ പേരെന്താണാവോ? ഞാൻ ദുഷ്യന്ത മഹാരാജാവ്. അങ്ങയുടെ ആഗമന ഉദ്ദേശം അത് തന്നെ. അതെന്താ ചോദിച്ചേ? ഈ കൊടുങ്കാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ, അതെന്താ? അങ്ങനെയാണെങ്കിൽ നാക്കിന്റെ കുരുക്കം കഴിഞ്ഞേ. താങ്കൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ ഇവിടെ വേട്ടയ്ക്ക് വന്നതാണ്. ആ ബെസ്റ്റ്. വേട്ടയ്ക്ക് വന്നെങ്കിലേ നാട്ടിൽ പോയാ പോയിരുന്നോ? ഇപ്പൊ കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലല്ലേ. ഓ, എന്നെക്കാളും അറിവോ? എന്താണ് കുമാരി നിന്റെ പേര്? കുമാരിയോ? കുമാരിയേ, നിങ്ങൾ തന്നെ? ഞാനാണോ? ഞാൻ കുമാരിയല്ല, ഞാൻ കണ്ണംകുളത്ത്. കണ്ണംകുളത്തോ? കണ്ണമോശയുടെ മൂത്ത പുത്രി ശകുന്തള. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഇങ്ങനെ നിന്നില്ലെങ്കിലേ ഞാൻ ശകുന്തളയാണെന്ന് എനിക്ക് തന്നെ മറന്നുപോകും. ഈ കാട്ടിൽ ആരുമില്ലേ? ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടൂടെ? അവരെ അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ചേടാ, എന്റെ മുമ്പിലല്ലേ താങ്കൾ നിൽക്കുന്നത്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ആരുമില്ല. അപ്പോൾ ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭവതിക്ക് ബോറടിക്കില്ലേ? ഇല്ല, ഞാൻ ഇവിടുത്തെ മാനുകളോടും മയിലുകളോടും ഒക്കെ സംസാരിക്കും. ഓ, 2 മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു. അപ്പൊ മാനിന്റെയും മയിലിന്റെയും ഒക്കെ ഒരു അവസ്ഥ. താങ്കൾ കണ്ടിട്ട് വേട്ടയ്ക്ക് വന്നാണെന്ന് പറയില്ലല്ലോ? ഒന്നും പറയണ്ട, എല്ലാം പറയണം. ഞാൻ രാത്രി വാള് വെച്ച് ഉറങ്ങിപ്പോയി. ഓ, അപ്പൊ നല്ല കീറല്ലേ? അതല്ല, വാള് വെച്ച് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എടുക്കാനും മറന്നു. ആ, അപ്പൊ മറവി അസുഖമുണ്ടല്ലേ? കുമാരിയെ കണ്ടത് മുതൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ, അതല്ല, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഇത്. ഏത്? എന്തോ ഒന്ന്. എന്ത്? എന്തോ ഇത്. എനിക്ക് മനസ്സിലായി. അതിനാ പ്രേമോന്ന് പറയുന്നത്. ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. തോടികളറിയും മാമുണിയുടരും ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളമണയുമ്പോൾ. എന്റെ വീട്ടിൽ മാനും മയിലൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ എന്റെ വീട്ടിലത്തെ മാനും. അയ്യോ, ഫ്രൈഡേ പിന്നെ വണ്ടേ പറയുന്നത്. ആ വണ്ടനെ ആക്രമിക്കാൻ വരുന്നു. വണ്ടനും അഹങ്കാരമോ? ഞാൻ കാണിച്ചു കൊടുക്കാം. എടുക്കുമ്പോൾ 1, കൊടുക്കുമ്പോൾ 100. അപ്പൊ വിട്ടാലോ? അത് വലിക്കും പോലിരിക്കും. ആ, അമ്പ് പോണ പോക്ക് കണ്ട. അതിനമ്മ പോകുന്നില്ലല്ലോ. അമ്പ പോകുന്നതായിട്ട് ഗ്രാഫിക്സുകാർ വരുത്തിക്കോളും. കണ്ടാ വണ്ടിയെ കണ്ടാ? അതിന് വണ്ടി എവിടെ? വണ്ടിനെ ഗ്രാഫിക്സുകാർ വരുത്തിക്കോളും. എന്നാ കുഴപ്പമില്ല. ഇനി ഒരിക്കലും ഈ വണ്ട് ഭവതിയെ ശല്യം ചെയ്യുകയില്ല. അതെന്താ? വണ്ടി കത്തുപോയില്ലേ? ഓ, അയ്യോ, ഞാൻ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ ഞാൻ വീട്ടിൽ പോവാണേ. ശകുന്തള നിൽക്കൂ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അയ്യോ, എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്. അയ്യോ, എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി പറഞ്ഞ് വീട്ടിൽ പോണം. ഒരു കാര്യം ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ഫ്ലൈറ്റ് ചെയ്ത ആളാണ്. 2006 മോളില് ഞാൻ ടാക്സി പിടിച്ചിട്ടിരിക്കുന്ന ആളല്ല. ശകുന്തള, പോയി. അയ്യോ, ഇവളുടെ അച്ഛൻ കണ്ണു മാറിച്ച് ഞങ്ങൾ കണ്ടോണ്ട് വന്നാ ഞാൻ പെട്ട്. ഇവളോടെ ഐഡിയ.
വെള്ളിത്തിരി. ആ കൊച്ചിനെ മറിച്ചുകെട്ടി. ആ കൊച്ചിനെ മറിച്ചുകെട്ടി. മറിച്ചുകെട്ടി. അയ്യോ, ശരി. Continue. അല്ല, ഞാൻ ഈ ദണ്ഡവുമായി യാത്ര പോയപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? ഞാനും ശകുന്തലയും തമ്മിൽ പ്രണയത്തിലാണ്. ഈ പറഞ്ഞത് സത്യമാണോ? നേരാണ് അച്ഛാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കില്ല. അച്ഛനിപ്പോ എത്ര വയസ്സായി? 68. 2 വർഷം തന്നല്ല. നിങ്ങളുടെ പ്രേമത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. ഞാൻ എന്റെ ശകുന്തലയ്ക്ക് സമ്മാനമായി നൽകിയ മുദ്രമോതിരം ഞങ്ങൾക്ക് തെളിവായി കാണിക്കാം. ഇവിടെ മോളെ ആ മുദ്രമോതിരം. ആ മുദ്രമോതിരം വൈറലായച്ചാ. എന്നിട്ട് ഞാൻ മൊബൈലൊന്നും കണ്ടില്ലല്ലോ. അതല്ല, അച്ഛനറിയാലോ ഞാൻ ചട്ടിച്ചോറ് കഴിക്കാൻ കൈ നോക്കുന്ന സ്വഭാവമുണ്ടെന്ന്. അതിന്റെ കൂടെ അകത്ത് പോയി. എന്റെ ദൈവമേ, അതിന് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കണമെങ്കിൽ 50,000 രൂപയാണല്ലോ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ മോതിരം വേണം. അത് എത്ര ഗ്രാം ഉണ്ട്? 1 ഗ്രാം. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞത്. അപ്പൊ 300 രൂപയുടെ സാധനം. അല്ല, 350. 350 രൂപയുടെ സാധനത്തിനാണ് ഞാൻ 50,000 രൂപ എടുത്ത് ഓപ്പറേഷൻ ചെയ്തത്. അത് പുറത്തെടുക്കണം. അതൊന്നും